ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു സ്ക്വാഷാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് പാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്കാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ജ്യൂസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 15 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലെ പൾപ്പ് എടുക്കണം. അപ്പോൾ എപ്പോഴും പൾപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ പൾപ്പ് എടുക്കുന്നതാണ് ഈസി. അപ്പോൾ ഈ പൾപ്പ് മാത്രമായിട്ട് എടുക്കാൻ പറ്റും, കാരണം ഇതിൽ സ്കിന്നുണ്ട്. ഈ സ്കിൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് എടുക്കുന്നത്. ഈ സ്കിൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ പാഷൻ ഫ്രൂട്ടിൽ നിന്നും പൾപ്പ് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു വിസ്ക് വെച്ചിട്ടോ നമുക്ക് ഇതിലെ കട്ടകളൊക്കെ കളഞ്ഞെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനിയും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൾപ്പിൻ്റെ പകുതി പൾപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ പൾപ്പിലേക്ക് തന്നെ അരച്ചെടുത്ത പൾപ്പും കൂടി ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലെ കുരുവൊന്നും ഇല്ലാതെ വേണം അരിച്ചെടുക്കാനായിട്ട്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു 350 ml പൾപ്പുണ്ട്. ഇനി ഞാനൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 400 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 750 ml വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. നമ്മുടെ വീട്ടിലെ മധുരമൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആദ്യം സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കൂടുതൽ മധുരം വേണ്ടവർക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്വാഷിൽ തന്നെ ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളയ്ക്കണം. ഇത് തിളച്ചതായി ഇതുപോലെ പതയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം, കാരണം ഇതിൽ അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് അരിച്ചെടുക്കുവാണ്. ഇത് അരിച്ചതിന് ശേഷം വീണ്ടും ആ കടായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിലും കുറവ് ഒരല്പം ഉപ്പൂടെ ചേർക്കുവാണ്. ഇത് ഒരു നൂൽ പരുവത്തിലൊന്നും എടുക്കണ്ട, നമുക്ക് കുറച്ച് ആ ഒരു സിറപ്പ് ഒന്ന് കുറച്ച് കട്ടിയായി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഷുഗർ സിറപ്പ് ആവാനായിട്ട് ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പൾപ്പൂടെ ചേർത്ത് 5 മിനിറ്റ് കൂടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. ഇതുപോലെ, എങ്കിലേ ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോയിൽ ചെയ്യുന്നത്. നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുവാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിലാണിത് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ സ്ക്വാഷ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബോട്ടിൽ ഇങ്ങനെ ഷേക്ക് ചെയ്യുക. നമ്മളിത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് സ്ക്വാഷ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ മധുരമൊന്നും ചേർക്കുന്നില്ല, കാരണം നല്ല മധുരമുള്ള ജ്യൂസാണ്. അതുകൊണ്ട് മധുരം ചേർക്കണ്ട. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്ര പെട്ടെന്ന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. എപ്പോഴും സ്ക്വാഷ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.